ഇതാരാ കൊറേ അമ്മ വേണം 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 വിചാരിക്കുന്നേ. ഇതെല്ലാം രാവിയാണ് ഇവിടെ എനിക്ക് സാബിറ. അങ്ങനെ യൂട്യൂബ് കാണുന്ന പറയും വേണ 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 ഇതല്ല. എന്നിട്ട് ഇതല്ല അമ്മേ കാണാൻ കാണാന്നിരിക്കുന്നേ എല്ലാം കൂടിയും കണ്ട് വന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാണാന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തെല്ലാകുമ്പോ നമ്മള് പോവും. നമ്മളവിടുന്ന് ഇപ്പൊ കൊടുക്കും ഓട്ടോഷങ്ങള്. അത്ര ദൂരമുണ്ട് ഓട്ടോഷക്കാരെ വിഷയല്ല. എല്ലായിടത്തും കുഴപ്പമില്ല. ഓട്ടോറിക്ഷ ഉണ്ട്. ഇവിടെ ബസ്സും വണ്ടിയൊന്നും ഇല്ല. അതിൻ്റെ ഉള്ളിൽ കൂടി പോരുന്നു. എപ്പോഴും ഫോൺ വിളിച്ചിട്ട് കവിത കാണണോ 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 കാണണം എപ്പോ. അന്നേരം പിന്നെ നമ്മളമ്മയല്ലേ കാട്ടേന്ന്. എന്നിട്ട് എന്തല്ല ഇത് ഭയങ്കര പാട്ടുകാരിയാ. എന്റെ ഉമ്മ ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ട്. അതും ഇതെല്ലാം ഉണ്ട്. ഭയങ്കര ഹാർമണി മുട്ടലും വായിക്കലും അല്ലേ എല്ലാം ഉണ്ട്. അതിൽ നമുക്കൊരു സന്തോഷാണ്, മനസ്സിന് ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും കൈവിടാതെ കൊണ്ടുവന്നത്. ഇവരെ ചാനല് കാണുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ ഇനിയോ വരുന്ന വരട്ടെ എന്ന് ഞാൻ എപ്പോ വിചാരിച്ചു. ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ള കഴിവുള്ള ആൾക്കാർ. അവരെല്ലാം ആ കഴിവിനെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരെല്ലാം പുറത്ത് വരണമെന്നാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹം. എപ്പോഴും വിളിക്കൂ. ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നേരെ ഇല്ലാതെ ഇല്ല. നമ്മളെ പല ഷൂട്ടിങ്ങും അതും ഇതുമെല്ലാം ആയിട്ട് ഇപ്പൊ അയൽവക്കത്ത് തന്നെ പോകാൻ നേരെ അമ്മേ. എന്റെ അയൽവക്കുള്ളോല് തന്നെ ഇപ്പൊ പിന്നെ വിഷമത്തില്ല. കാരണം വെച്ചാല് എപ്പോഴും രണ്ടൊരു വർത്താനം പറയും കഴിഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് എന്നെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നീ വേർന്ന് വരട്ടെ എന്റെ കൂടെ ഞാനും. നിങ്ങള് അവർക്കൊരു ചാനലുണ്ട്. ഒരു കൊല്ലത്തായി തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും വേണ്ടി എത്തിക്കില്ല. അപ്പൊ നിങ്ങളെല്ലാം പുഷ്പവല്ലി എന്നുള്ളൊരു ചാനലുണ്ട്. ഇവിടെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ വീഡിയോസ് എന്റെ ചാനലിലും വരും. അതിൽ കൂടി നിങ്ങളെല്ലാവരും കാണുക. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മ വാക്ക് പറയും. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ബ്രന്നല്ലേ. അല്ലാ അങ്ങനെ ഭയങ്കര രസാണല്ലേ. നിങ്ങളെ റൂമാ? ഞങ്ങളെ റൂമാ. പിന്നെ അവർക്കൊരു പാട്ട് പാടിക്കൊടുക്കാം. വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എന്റെ വിരുന്നുകാരൻ. ജാനകി അവര് മരണപ്പെട്ടിന്ന് പറയുമ്പോ എനിക്ക് ആകെ ഭയങ്കര അമ്മ മരണപ്പെട്ട ആ ദുഃഖം തന്നെയാണ് എനിക്ക്. ജാനകി അമ്മ മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായ അത് 12 വയസ്സിൽ എന്റെ അമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഞാന് അത് 12 വയസ്സിലെ മരണപ്പെട്ടു. അപ്പൊ അന്നേരമുള്ള ജീവിതം ഭയങ്കര. അന്നത്തെ കാലം അങ്ങനെ കുട്ടികളെ ഒറ്റപ്പെട്ടു പോയി എന്നൊന്നും ആരും ഒന്നും വിചാരിക്കില്ല. എല്ലാം വീട്ടിലുള്ള എല്ലാ ജോലിയും പിന്നെ എടുക്കണ്ടേ വന്ന്. 3 ആങ്ങളെ വരെ അച്ഛനും ഞാൻ അങ്ങനെ വീട്ടിലെല്ലാ പണിയും. അല്ല, ഇളയ കുട്ടിയാന്ന്. അപ്പൊ വീട്ടില് വേറെ ആരും ഇല്ലായിരുന്നു. ആണുങ്ങളും ഞാനും മാത്രമേ ഉള്ളൂ. എല്ലാ ഭക്ഷണം എല്ലാം പാകം ചെയ്യണം. അന്ന് നല്ലൊരു പാചകക്കാരിയായി മാറി ഞാൻ. എന്നിട്ട് മാറിന്റെ അവസ്ഥയായി. കാരണം ചോറ് അമ്മ വെച്ചത് കൊണ്ട് സങ്കടം ഉണ്ടതെല്ലാം കേൾക്കുന്നേരം ഭയങ്കര വിഷമാണ്. കലാപരമായ കഴിവെല്ലാം കുറെ കൂട്ടി വെക്കണം. അതാണ് ഒന്നാമത്തെ. അമ്മ ഇല്ലാത്തത് കൊണ്ട് പിന്നെ ആ കലാകാരന്റെ ശക്തിയും പവറും ഒക്കെ എന്റെ അച്ഛൻ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാടകത്തിൽ അഭിനയിക്കാൻ എല്ലാം കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഇപ്പൊ ഒരു 64 വയസ്സായി. കലാബോധം വരുന്നത്. അതിനെനിക്ക് കൂട്ടി വെക്കാനാവൂല ഒരിക്കലും. എനിക്ക് എപ്പോ ഇങ്ങനെ പുറത്ത് വന്ന് പാട്ട് പാടണോ അഭിനയിക്കണോ അങ്ങനെയുള്ള ഒരു തോന്നലാണ്. പക്ഷെ അതൊന്നും നമുക്കിപ്പോ നടക്കൂല. എന്നാൽ ഈ യൂട്യൂബിലെങ്കിലും ഒരു പാട്ടെല്ലാം ഞാൻ കീബോർഡൊക്കെ പഠിച്ചിന്. എല്ലാം വേറെ താമസമാണ്. കീബോർഡ് പഠിച്ച അതില് പാട്ടെല്ലാം വായിക്കും. ഇപ്പൊ ആ കീബോർഡിന് എന്തോ എടുക്കാണ്ട് വെച്ചിട്ട് അങ്ങനെ എന്തോ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ്. നല്ല പാട്ടാണ്. അമ്മ എല്ലാവരും പാട്ട് പാടാൻ വിളിക്കണം. കൂടെ സപ്പോർട്ടിന് ഞാൻ വരാം. പിന്നെ ക്യാമറ എടുക്കുന്ന കൈ കടന്നുണ്ട് എടുത്തിരുന്നത്.
ഒരു മിനിറ്റ് എടുക്കുമ്പോൾ തന്നെ കൈ കടന്നു പറയുന്ന ആളാണത്. ഐ ലവ് യു. ക്യാമറക്കാരന് കൂടുതൽ ഐ ലവ് യു. മറ്റേ തേക്ക് പറ. അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ നിങ്ങൾ അമ്മയുടെ ചാനൽ കാണുക. ഓക്കെ മക്കളെ, എന്റെ ചാനലിന്റെ പേര് സാബിറ വ്ളോഗ് എന്നാണ്. സാബിറ വ്ളോഗ് എന്ന് വെച്ചാൽ കിട്ടും. പിന്നെ നമ്മള് വലിയ യൂട്യൂബറാണ്. അതുപോലെ തന്നെ അമ്മേനെയും വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ അമ്മ വിളിച്ചപ്പോൾ ഓടി വന്നത്. അമ്മേന്റെ ചാനലൊക്കെ ഒന്ന് ഉയർത്തെണീക്കണം, ഒരു ഉഷാറ് വരണം, നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ഒന്ന് വിജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അമ്മ വിളിച്ചപ്പോൾ ഓടി വന്നത്. എല്ലാവർക്കും ഐ ലവ് യു. ഹായ്.